1 രാജാക്കന്മാർ 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ പണി എങ്ങനെയായിരുന്നു? ശലോമോന്റെ കാലത്ത് യെരൂശലേം ദേവാലയം പണിതപ്പോൾ ആ പണി എങ്ങനെയായിരുന്നു, അതിന്റെ പ്രത്യേകത എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ടുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ശബ്ദം ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു. ശലോമോന്റെ ദേവാലയം പണിയുടെ സ്ഥലത്ത് ഒരു ശബ്ദവും ഇല്ലായിരുന്നു. എന്താ കാര്യം? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ പണി തീർത്ത കൊണ്ടുവന്ന് അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു ശബ്ദവും ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ഏതൊക്കെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ചുറ്റികയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെ ശബ്ദം ഈ ആലയത്തിൽ ഇപ്പോൾ ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ അപ്പൊ ഇങ്ങനെ ഒത്തിരി ശബ്ദങ്ങളുള്ള ലോകത്തിൽ നമ്മുടെ അകത്തെ ദേവാലയം പണി നടന്നുകൊണ്ടിരിക്കുക. അതേത് ദേവാലയമാണ്? പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനം. എല്ലാ ദിവസവും നമ്മൾ വാദിച്ചാച്ച് കിടന്നതാ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമാക്കണമേ എന്നില്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോകം ഒരു വെട്ടുകുഴിയാണ്. വെട്ടുകുഴിയിൽ നിന്ന് കല്ല് വെട്ടി അവിടെ വെച്ച് തന്നെ പണിയൊക്കെ തീർത്തിട്ട് സ്വർഗത്തിലേക്ക് ആ കല്ലങ്ങ് പോകും. അവിടെ പണിതുകൊണ്ടിരിക്കും. സ്വർഗത്തിലൊരു വീട് പണിയുണ്ട്, സ്വർഗത്തിലൊരു പള്ളി പണി, അകത്തൊരു പള്ളി പണി. നമ്മള് ജീവനുള്ള കല്ലുകളായി പണിതുകൊണ്ടിരിക്കുന്നു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു പള്ളി പണി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അകത്തൊരു പള്ളി പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെ പണിക്ക് ആവശ്യമുള്ള കല്ല് ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് വെട്ടിയെടുത്ത് അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുക. അതേത് കല്ലാണെന്നുള്ള കാര്യം സ്വർഗത്തിലെ വീട് പണിക്ക് നമ്മൾ അയച്ചു കൊടുക്കേണ്ട കല്ലിന്റെ പേരെന്നാ? ജീവനുള്ള കല്ല്. ജീവനുള്ള കല്ലുകളായി നമ്മളെ കൊടുക്കണമെന്നാ പറയുന്നത്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മുടെ അകത്തും സ്വർഗത്തിൽ ഒരു വീട് പണി നടക്കുന്നുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ എവിടെയാ എഴുതിയിരിക്കുന്നത്? 20-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പിന്നെ അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ എഫേസ്യർ 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൽ നമ്മളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എന്ന് പറയും. അങ്ങനെ 1-ാം നൂറ്റാണ്ടിലെ പെന്തിക്കോസ്തി പോലെ ഇങ്ങോട്ട് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു, ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അകത്തും പള്ളിയുണ്ട്. അപ്പൊ അങ്ങനെ സ്വർഗത്തിലെ പണിതുകൊണ്ടിരിക്കുന്ന ആലയത്തിന്റെ ജീവനുള്ള കല്ലുകളായി നമ്മൾ അവിടെ എത്തിച്ചേരണമെന്നാണ് പറയുന്നത്. അവനിൽ കെട്ടിടം മുഴുവൻ കൂട്ടി ഇണക്കപ്പെടുകയും കർത്താവ് വിശുദ്ധ ആലയമായി വളരുകയും ചെയ്യുന്നു. അവൻ നിങ്ങളും ദൈവത്തിന്റെ നിവാസമാകേണ്ടത് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. 20 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായി നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും കൂട്ടി ഇണക്കപ്പെടുകയും കർത്താവിന് വിശുദ്ധ ആലയമായി തീരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം സ്വർഗത്തിലെ വീട് പണിക്ക് നമുക്ക് പണിക്കുറവ് തീർത്ത് അയച്ചു കൊടുക്കണമെന്നാ. ഞാൻ ഭവനം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ യാത്ര പറഞ്ഞു പോകാനൊരുങ്ങുമ്പോൾ
ഞാൻ നിങ്ങൾക്ക് ഒരു ഭവനം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ജീവനുള്ള കല്ലുകളായി പണി തുടരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകം ഒരു പണിപ്പരയാണ്, അവിടെ ശബ്ദം കാണും. പക്ഷെ ഈ ലോകത്തിൽ വെച്ച് പണിപൂർത്തിയാകുന്ന കല്ലാണ് അവിടെ കൊണ്ട് പണിയുന്നത്, അവിടെ ശബ്ദമില്ല. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്നാ ചെയ്യണം? ഈ പണിപ്പരയിൽ വെച്ചതിനെ പണിയൊക്കെ തീർക്കണം. അപ്പൊ വീട്ടിലും നാട്ടിലും പള്ളിയിലും സമൂഹത്തിലെല്ലാം പണിയായുധങ്ങളും അതിന്റെ ശബ്ദവും കേൾക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ വസിക്കാൻ പറ്റിയ വീടാകണമെങ്കിൽ ചുറ്റികയും മഴുവും കൊണ്ടൊക്കെയുള്ള അടിയിടിയൊക്കെ കൊള്ളണം. എന്താ? അപ്പൊ ഇവിടെ ഈ പണിക്കാരുടെ ശബ്ദം പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോ പണിസ്ഥലത്ത് ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശബ്ദമുണ്ട്. ആ ശബ്ദം നമ്മളെ മുറിക്കാനും നമ്മളെ വേണ്ട പരുവത്തിൽ രൂപാന്തരപ്പെടുത്താനുള്ള അടികളും ഇടികളും തല്ലുകളും ഒക്കെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ പണി പൂർത്തിയായി നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ കർത്താവിന്റെ പരിശുദ്ധ ദേവാലയമായി മാറും എന്നുള്ള പ്രത്യാശ ഈ ശബ്ദങ്ങളൊക്കെ നമുക്ക് തരട്ടെ. അപ്പം ശബ്ദവും വേദനയും മുറിക്കലും ഒക്കെയുള്ളതായ ഈ ലോക ജീവിതത്തിലെ പണികൾ നിത്യതയിൽ നിത്യമായി കർത്താവിന്റെ ഭവനമായി തീരുവാൻ നമ്മളെ ഒരുക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശയ്ക്ക് വന്ന് നൽകട്ടെ. അതിനാധാരമായിട്ട് മറ്റൊരു വേദഭാഗമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ എന്തു പറയുന്നു? പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചാൽ നമ്മൾ തന്നെ ദൈവത്തിന്റെ ഭവനമായിരിക്കുമെന്ന 3-ാം വാക്യത്തിലാ. കണ്ടോ? എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചാൽ നമ്മൾ തന്നെ ദൈവത്തിന്റെ ഭവനമായി തീരുമെന്നാണ്. കണ്ടോ വാക്യം? എങ്ങനെയാ? ആ ആ ആ പിന്നെ അടുത്തത്, ഏത് ഭവനവും ചമയ്ക്കാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും പിന്നെ അടുത്ത വാക്യം അത് എത്രാം വാക്യമാ? അപ്പൊ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെ നമ്മൾ വായിച്ചു. വീട് പണിയാൻ ഒരാൾ വേണം, പണിയിപ്പിക്കാൻ ആൾ വേണം, പണിയാൻ ആൾ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ അകത്ത് കർത്താവിന് വസിക്കാനുള്ള വീട് പണിയുന്നു, ഒരു ദേവാലയം പണിയുന്നു. അവിടെ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചാലേ ഈ പണി നടക്കുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലും സ്വർഗത്തിലും നടക്കുന്ന ദേവാലയം പണി പൂർത്തീകരിക്കാൻ പ്രത്യാശയുടെ ധൈര്യമുണ്ടോ? പ്രത്യാശയുടെ ധൈര്യം എങ്ങനെ കിട്ടും? പ്രത്യാശ ഉണ്ടാകുന്ന എവിടുന്നാ? പ്രത്യാശ ഉണ്ടാക്കാനുള്ള സാധനം വല്ലതും ഉണ്ടോ? എന്താ അത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ പ്രത്യാശയ്ക്ക് മുമ്പിലുള്ള പ്രത്യാശ ഉണ്ടാകുന്ന വേറെ സാധനമുണ്ട്. അതുണ്ടാകുന്നതിന് മുമ്പ് വേറൊന്നുണ്ട്. അതേത് വാക്യാന്ന്? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കി കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് പറയും. അതെത്രാം വാക്യം നോക്കി? റോമാലേഖനം 5-ാം അധ്യായത്തിന് എത്രാം വാക്യമാ? 3-ാം വാക്യം വായിച്ചാൽ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു, അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. വരുന്നില്ല. അപ്പൊ പ്രത്യാശയും കഷ്ടതയിലുള്ള പ്രശംസയും ഉണ്ടെങ്കിൽ ആ കഷ്ടതകളെ കർത്താവ് ദൈവത്തിന്റെ ഭവനം പണിക്ക് ഉപയോഗിക്കുമെന്നാ പറയും. അപ്പൊ നമ്മുടെ അകത്ത് കർത്താവിന്റെ ഭവനം പണി നടന്നുകൊണ്ടിരിക്കുന്നു.
ഈ ഭവനം പണിക്ക് എന്തെല്ലാം സാധനം വേണം? ഒന്നാമത്തെ സാധനത്തിന്റെ പേരെന്നാ? കഷ്ടത. രണ്ടാമത്തെ സാധനം കഷ്ടതയിൽ നിന്നുണ്ടാക്കുന്ന കഷ്ടത സഹിഷ്ണുതയുണ്ടാകും. സഹിഷ്ണുതയിൽ നിന്നുണ്ടാകുന്ന വേറെ സാധനമുണ്ട്, അതിനതാ സിദ്ധത. സിദ്ധതയിൽ നിന്നുണ്ടാകുന്ന എന്നതാ? പ്രത്യാശ. ആ പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഭവനമായി മാറും. അത് നമ്മുടെ അകത്തെ വീട് പണി വല്ലതും ആയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അകത്തെ വീട് പണി കഴിഞ്ഞ് കയറി പാർന്നോ കർത്താവ്? ഇത്ര നാളായി പണി തുടങ്ങിയിട്ട്. മാമോദിസായി തുടങ്ങിയതാ പണി. മാമോദിസായി കല്ലിട്ടതാ. ഇത്രയും നാളായിട്ട് പണി പൂർത്തിയായോ? കർത്താവിന് സ്വർഗത്തിൽ വീടില്ലാഞ്ഞിട്ടല്ല, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളോട് താമസിക്കണമെന്നൊരു കൊതി. ആ കൊതി നമ്മൾ സാധിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന് സ്വർഗത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്. വലിയ വിലയേറിയ കൊട്ടാരം അവിടെയുണ്ട്. പക്ഷെ കർത്താവിന് ഈ ഭൂമിയിലെ മനുഷ്യരുടെ ഉള്ളിൽ ഒരു വീട് വന്ന് അവിടെ നിന്ന് ഉറങ്ങണമെന്നൊരാഗ്രഹം. പണി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അകത്ത് കർത്താവ് ഉറങ്ങാൻ വരുന്നുണ്ടോ? വലിയ ലക്ഷണം വല്ലതും ഉണ്ടാകത്ത ആളുള്ളതിന് നമ്മുടെ അകത്തെ കർത്താവ് ഉറങ്ങാൻ വരുന്നുണ്ടോ? താമസിക്കാൻ വരുന്നുണ്ടോ? പണി പൂർത്തിയാകാതെ വല്ലതും കിടക്കാനൊക്കുവോ? പണി പൂർത്തിയാകാതെ ഒരു കട്ടിലിടാനൊക്കുവോ? പണി പൂർത്തിയാകാത്തപ്പം പണി കാണാൻ വന്ന പിന്നെ അങ്ങ് പോവും. ഇരിക്കാനൊരു കസേര പോലും ചിലപ്പോൾ കാണുകയില്ല പണിസ്ഥലത്ത്. അപ്പൊ കർത്താവ് പണി തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് കർത്താവിന് നമ്മുടെ അകത്ത് താമസിക്കാൻ ഒക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? കർത്താവ് നിങ്ങളുടെ അകത്തുണ്ടോ? എങ്ങനെ അറിയാം? കർത്താവ് ഉള്ളതിന്റെ ലക്ഷണം എന്നാ? കന്യാമറിയാമിന്റെ അടുത്ത് ചെന്ന് മാലാഖ പറഞ്ഞു, കൃപ നിറഞ്ഞ മറിയാമേ, നിന്റെ കൂടെ ആരുണ്ട്? കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ മറിയാമ്മയ്ക്ക് ഭയങ്കര സമാധാനം. അപ്പൊ സമാധാനം ഉണ്ടെങ്കിൽ ആരുണ്ട് കൂടെ? കർത്താവുണ്ട്. അപ്പൊ കർത്താവിന്റെ പേര് സമാധാനം എന്നാ. അവൻ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14 അവൻ നമ്മുടെ സമാധാനം. അപ്പൊ കന്യാമറിയാമിന്റെ അടുത്ത് മാലാഖ കൊണ്ട് വചനം കൊടുത്തപ്പോൾ, ആ വചനം സ്വീകരിച്ചപ്പോൾ ആ കന്യാമറിയാമിന്റെ കൂടെ ദൈവം വന്നു. ആ ദൈവം അകത്ത് കയറി അങ്ങ് താമസിച്ചു, അങ്ങ് വളരാനും തുടങ്ങി. അപ്പൊ നമ്മുടെ അകത്ത് യേശുകുഞ്ഞ് വളരുന്നുണ്ടോ? ഇപ്പം സമാധാനം ഉണ്ടെങ്കിൽ യേശുകുഞ്ഞുണ്ട്. സമാധാനം ഇല്ലെങ്കിലോ ദുഷ്ടനുണ്ട്. സമാധാനം ഇല്ലാത്തവരുടെ പേരെന്നാ? ദുഷ്ടനെന്നാ പേര്. അതെവിടെ എഴുതിയിരിക്കുന്ന അറിയാവും? യെശയ്യാ 57 അവസാനം നോക്കി. യെശയ്യാ 57 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ, ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടല് പോലെയാണ്, അവർക്ക് അടങ്ങിയിരിക്കാനൊക്കെയില്ല, അവർ ചേറും ചെളിയും വെലോട്ട് തള്ളുന്നു എന്നാ പറഞ്ഞിരിക്കും. ദുഷ്ടന് സമാധാനമില്ല എന്നെന്റെ ദൈവം പറയുന്നു. യെശയ്യാ 57 എത്രാം വാക്യാ? യെശയ്യാ 57 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ എന്നാ പറയുന്നു? എത്രാം വാക്യാ അത്? 57 എത്രാം വാക്യാ? 57 യെശയ്യാ 57 20 വാക്യത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്? ദുഷ്ടന്മാർ കലഞ്ഞു മറിയുന്ന കടല് പോലെയാകുന്നു, അവർക്ക് അടങ്ങിയിരിക്കാനൊക്കെയല്ല, പിന്നെ ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. പിന്നെ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന്. അപ്പം ഏതെങ്കിലും സഹോദരന്, ഏതെങ്കിലും അമ്മച്ചിമാർക്ക് സമാധാനം ഇല്ലെങ്കിൽ അവരുടെ പേരെന്നാ? ദുഷ്ട എന്നാ പേര്. അപ്പൊ നമ്മളെ സമാധാനം ഇല്ലാത്തവരുടെ പേരെന്നാ? സമാധാനം ഇല്ലാത്തവന്റെ പേര് ദുഷ്ടൻ, സമാധാനം ഇല്ലാത്തവരുടെ പേര് ദുഷ്ട. നിങ്ങൾക്ക് എന്നാ പേര് വിളിക്കണ്ടേ? ഇപ്പം സമാധാനമുള്ള സ്വർഗമെന്ന് വിളിക്കണോ? എന്താ? കന്യാമറിയാമിന് വചനം കിട്ടിയപ്പോ ഭയങ്കര സമാധാനം. മറിയാൻ പറഞ്ഞു, ഞാൻ ഈ കർത്താവിനെ പൂഴ്ത്തുന്നു എന്ന് പറഞ്ഞു. അപ്പം ദൈവം അകത്തുണ്ടെങ്കിൽ സമാധാനമാണ്. സമാധാനം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? ദുഷ്ടനകത്തുണ്ടെന്നാ. അപ്പൊ ദുഷ്ടനെ കൊണ്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഇപ്പൊ ഉണ്ടെങ്കിൽ നമുക്ക് പടിഞ്ഞാറേ വഴി അങ്ങ് ഇറക്കി വിടാം. എന്താ? പണ്ട് മാമോദിസായ്ക്ക് ഒന്ന് ഇറക്കി വിട്ടത് ഓർക്കുന്നുണ്ടോ? ഈ ദുഷ്ടൻ ചാടി കയറാൻ നോക്കിയിരിക്കുക, എവിടെയെങ്കിലും ഇടയുണ്ടോന്ന്. ഒരു കൊച്ചു പറന്ന് വീഴുമ്പോഴേ ചാടി അങ്ങ് കയറും. അവിടെ ആ കൊച്ചു കരയുന്നത്. എന്താ?
ഈ ലോകം ദുഷ്ടൻ ഭരിക്കും, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. സകല ലോകവും, ഈ ലോകം മുഴുവൻ ദുഷ്ടനാ ഭരിക്കുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം എത്രാം വാക്യാന്ന് നോക്കി, ഒരു 16 തൊട്ട് നമ്മൾ വായിച്ചു നോക്കിയാട്ടെ. 1 യോഹന്നാൻ 5:16 അല്ലെ 17 തൊട്ട് താഴോട്ട് വായിച്ചാൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എത്രാം വാക്യാന്ന് കണ്ടോ? എത്രയാ? 1 യോഹന്നാൻ 5-ാം അധ്യായം 17 അല്ലെങ്കിൽ 18-ാം വാക്യം. 17 തൊട്ട് വായിച്ചാട്ടെ. ആ, ഏത് അനീതിയും പാപമാകുന്നു. ആ, ദൈവത്തിൽ ജനിച്ചിരിക്കുന്നതിനാരും പാപം ചെയ്യുന്നില്ല. പിന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെ തന്നെത്താൻ സൂക്ഷിക്കുന്നു പാപം ചെയ്യാതെ. പിന്നെ ദുഷ്ടം തൊടുന്നതുമില്ല. ആ, പിന്നെ കിടക്കുന്നത്. എത്രാം വാക്യാതെ? അപ്പൊ 1 യോഹന്നാൻ 5-ാം അധ്യായം 19-20 വാക്യം ചേർത്ത് വായിച്ചാൽ എങ്ങനെയാ? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ നമ്മുടെ അകത്ത് സമാധാനമില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ലോകമുണ്ടെന്ന് അതിന്റെ അർത്ഥം. ലോകം, ദുഷ്ടന്റെ ലോകം ഉള്ളതുകൊണ്ടാണ് സമാധാനം ഇല്ലാത്തത്. അപ്പൊ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ലോകത്തിനെ നമുക്ക് വെളിയിലോട്ട് ഇറക്കണം. ദുഷ്ടനെയും ദുഷ്ടന്റെ ലോകത്തെയും വെളിയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ദൈവരാജ്യം അകത്തോട്ട് കയറും. അപ്പൊ ദൈവരാജ്യം അകത്തോട്ട് കയറിയാലേ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് മാമോദീസായിൽ നമ്മൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ഞാൻ പിശാചിനെയും ദുഷ്ടനെയൊക്കെ ഉപേക്ഷിക്കുന്ന പൊക്കോളാൻ പറഞ്ഞ് പടിഞ്ഞാറേ വാതിൽ ഇറക്കി വിട്ടതാണ്. കൊച്ചിനെ വെക്കാൻ വന്നിട്ടില്ല, ഓർമ്മയില്ലേ? പിള്ളേരെ മാമോദീസായ്ക്ക് വരുമ്പോഴേ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ഈ പിള്ളേർക്ക് വേണ്ടി തലതൊട്ട് അപ്പനും അമ്മയൊക്കെ ഈ പിശാചിനെ ഉപേക്ഷിച്ച് ഇറക്കി വിടുന്നുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം ഈ ലോകത്തിൽ നമ്മൾ പിറന്നു വീഴുമ്പോൾ ചാടി കയറുന്ന ആരാ? ദുഷ്ടൻ പറയും, എന്റെ രാജ്യത്ത് നീ എന്തിനാ ജനിച്ചത്, ഞാനങ്ങോട്ട് കയറുക എന്ന് പറയും. പിള്ളേരെ ജനിച്ചാണ് കരയുന്നതിന്റെ കാര്യം മനസ്സിലായോ? എന്താ? അതുവരെ നല്ല സുഖമായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ അങ്ങ് തലയും കുത്തി എയർ കണ്ടീഷൻ മുതലും കിടന്നാൽ മതിയായിരുന്നു, നല്ല സുഖമായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങി കിടന്നപ്പോഴത്തേക്ക് സുഖമെല്ലാം അങ്ങ് പോയി. ദുഷ്ടന്റെ ലോകത്തിലേക്ക് അങ്ങ് പിറന്നു വീണപ്പം ദുഷ്ടൻ ചാടി അങ്ങ് കയറി. അപ്പൊ സമാധാനം ഉണ്ടോ കൊച്ചിന്? കൊച്ചു സമാധാനം ഇല്ലാതെ അലറി കരയുക. കാര്യം എന്നാ? ഞാൻ ദുഷ്ടന്റെ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു, ദുഷ്ടൻ എന്റെ അകത്ത് കയറിയിരിക്കുന്നു എന്ന് വീട്ടുകാരെ എല്ലാം അറിയിക്കുക. കൊച്ച് കരഞ്ഞ്, എനിക്ക് നല്ല സുഖമായിരുന്നു, സുഖമൊക്കെ പോയി, ദുഷ്ടന്റെ രാജ്യത്തിലോട്ട് ഞാൻ പിറന്നു വീണിരിക്കുന്നു, നിങ്ങൾ എത്രയും വേഗം എന്നെ മാമോദിസ മുക്കി ദൈവത്തിന്റെ രാജ്യത്തിലാക്കണമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് കൊച്ചു ജനിച്ചാൽ ഉടനെ എത്രയും വേഗം മാമോദിസ മുക്കി ദൈവരാജ്യം അവിടെ ഉള്ളിലേക്ക് കയറ്റണം. അപ്പൊ നമ്മളല്ലേ എല്ലാം ഒന്നാം ജനനത്തിൽ ഈ ലോകത്തിൽ പിറന്നിരിക്കുന്നവരായ നമ്മുടെ ഉള്ളിലേക്ക് ദുഷ്ടൻ കയറി വരും. ദുഷ്ടൻ ഭരിക്കുന്നിടത്ത് ആ ദുഷ്ടൻ കയറി വന്നാൽ യാതൊരു സമാധാനവും കാണുകയില്ല, സ്വസ്ഥതയും കാണുകയില്ല. അതിനെ പിന്നെ ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്ത് വചനം തമ്പുരാൻ കർത്താവ് കയറി താമസിച്ചാലേ സമാധാനം കിട്ടുള്ളൂ. അപ്പൊ കുർബാനയുഗത്തിൽ ആദ്യമായി കൃപ നിറഞ്ഞ മറിയാമിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം കയറി, പരിശുദ്ധാത്മാവിന്റെ നിഴലടിയുണ്ടായി, പിശാചിനെ ഓടിച്ചു വിട്ടു. സമാധാനം ആദ്യമായി കന്യാമറിയാം ആസ്വദിച്ചു. ആ കന്യാമറിയാം ആ സമാധാനം യേശുവിനെ നമുക്ക് തന്നു. മാമോദീസാൽ കിട്ടിയതായ ആ യേശു നമ്മളിൽ വളരുകയാണെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും. സമാധാനം ഇല്ലെങ്കിൽ ഇറക്കിവിട്ട പിശാച് തിരികെ കയറി കാണുമെന്നതിന്റെ അർത്ഥം. പിശാചിനെ ഇറക്കി വിട്ടാലും പിന്നെ ഇടയുണ്ടോ നോക്കാം, പിന്നെയും വരും. ഇടയുണ്ടെ കയറും, പിന്നെ 7 കൂടെ കൊണ്ടുവരും. 8 പേര് വരുമെന്നാവും, 8 ഭൂതങ്ങൾ. അതെവിടെ എഴുതിയിരിക്കുന്ന അറിയാവും? ലൂക്കോസ് 11-ാം അധ്യായത്തിലുള്ള ആ കാര്യം. മാമോദീസായിൽ ഇറക്കിവിട്ട ഭൂതം, ദുഷ്ടൻ, പിശാച് ഇറക്കി വിട്ടാലും പിന്നെയും വരും. ഇടയുണ്ടോ എന്ന് നോക്കും, ഉണ്ടെങ്കിൽ കൂട്ടുകാരെ കൂടെ. അപ്പൊ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലെ തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി എന്നിവ നിർമ്മലതയിലേക്കും പരിജ്ഞാനം, ദീർഘക്ഷമ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലേക്ക് നയിച്ചു.
പൗലോസ്ലീഹ അതുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമായി മാറി. അതുകൊണ്ട് ആദ്യം പുറകെ കഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതിന് ശേഷമാണ് 9 കഷ്ടതയുടെ പുറകെയാണ് 9 സിദ്ധികൾ കിട്ടിയത്. അപ്പൊ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താ? കഷ്ടത വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിഞ്ഞ് വരും. എന്താ വാലയിഞ്ഞ് വരിക. ഇതെന്താ കളിയാന്ന് വിചാരിക്കില്ലേ? നല്ലതാ വരാനുള്ളത് ഒന്നിച്ച് വന്നാലേ. അത് കഴിഞ്ഞാൽ പിന്നെ സിദ്ധികൾ പുറകെ ലൈനായിട്ടിഞ്ഞ് വരും. ഇപ്പൊ 9 കഷ്ടതകൾ വന്നപ്പോൾ പുറകെ വന്ന 9 സിദ്ധികൾ എന്തൊക്കെയാ? നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവേ, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പുറകെ വരിക. ഇവരെല്ലാം ക്യൂ നിൽക്കുക. അപ്പൊ ആദ്യം ക്യൂവിൽ നിൽക്കുന്ന ആരാ? കഷ്ടതകളാ. അപ്പൊ ആദ്യത്തെ കഷ്ടത കണ്ടാലും പേടിച്ചേക്കരുത്. ഇത് 9 എണ്ണം കഴിഞ്ഞാൽ പിന്നെ 9 പേര് വേറെ ഉണ്ട്. അവരെല്ലാം സിദ്ധികളാ. സിദ്ധികൾ ആദ്യം വരുമോ? ഇല്ല, മറ്റവരാ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന കഷ്ടതകളെ കണ്ടാലും പേടിച്ചേക്കരുത്. ഇത് എന്നും ഇങ്ങനെ ആയിരിക്കും വിചാരിക്കില്ല. എനിക്കെന്നാ ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അതിന് പുറകെ വരുന്നുണ്ട് ഇവരെ. അവരിങ്ങോട്ട് പോരെന്ന് പറഞ്ഞേക്കണം. ഇവര് പോയാലേ മറ്റവർക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പൊ അവരെ സ്വീകരിക്കണം. ആരെ? ആദ്യം വരുന്ന 9 തരം കഷ്ടതകളെ സ്വാഗതം ചെയ്യണം. സ്വാഗതം ചെയ്തിട്ടുണ്ടോ? പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുമായിരുന്നു. വന്നത് ഇവിടെ നിൽക്കണ്ട, പൊക്കോളാൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങോട്ട് വരികയേ വേണ്ട, എനിക്ക് സുഖം മാത്രം മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാനൊക്കാത്തത്. ഇപ്പൊ നിർമ്മലത കിട്ടേണ്ട പല കാര്യങ്ങളും കഷ്ടതയിൽ കൂടിയാണ് സാധിക്കുന്നത്. അപ്പോൾ നിർമ്മലതയും പരിജ്ഞാനവും ദീർഘക്ഷമയും പരിശുദ്ധാത്മാവും നിർവ്യാജ സ്നേഹവും സത്യവചനവും ദൈവശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നന്മയാൽ തിന്മയായി ജയിച്ച കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ വാഴാനൊക്കെ ഉള്ളൂ. അപ്പൊ ഈ പരിജ്ഞാനം നമുക്കുണ്ടാകണമെങ്കിൽ ഈ കഷ്ടതകൾ വന്നേ മതിയാവും. അതുകൊണ്ട് അങ്ങനെയാണ് പ്രാർത്ഥനയുടെ ശൈലി മാറ്റാവോ? ഇത്രയും നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചത് എനിക്കൊരു കഷ്ടതയും വരുത്തല്ല ദൈവമേ, ബുദ്ധിമുട്ടൊക്കെ മാറ്റണം, ദുരിതവും മാറ്റണം, എന്നെ ആരും ജയിലിൽ പിടിച്ചിടല്ലേ, എന്നെ ആരും തല്ലരുത്, വഴക്കൊക്കെ തീർക്കണം, അധ്വാനിക്കാതെ സുഖമായിട്ടെല്ലാം ചെയ്യണം. പണ്ടൊക്കെയാണ് അമ്മച്ചിമാരെന്തുമാത്രം കല്ലേ വെച്ച് അരച്ച കറി ഉണ്ടാക്കിക്കൊണ്ട്, ഇപ്പൊ മിക്സിയിലോട്ടൊക്കെ കീന്ന് ശബ്ദം കേട്ട് കാര്യം കഴിയും. കഷ്ടതയൊന്നുമില്ല. ഇല്ല, എന്തുമാത്രം അരയിലുമുള്ള അരയില്ലേ ഇട്ട് അരച്ച് ഒരിലൊക്കെ ഇടിച്ചൊക്കെയാ ഓരോന്നുണ്ടാക്കിയത്. ഇത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ വളർത്തിയത്. പക്ഷെ ഇപ്പം കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ? എന്തെല്ലാം സാധനങ്ങൾ ഞെക്കിയാൽ മതി, അങ്ങോട്ട് സ്വിച്ചിട്ട് അവിടെ തന്നെ സാധനം ഉണ്ടായി വരിക, സുഖിച്ചങ്ങിരിക്കുക, സമാധാനം ഇല്ലെന്ന് മാത്രം. അപ്പൊ സമാധാനം ഇല്ലാത്തതിന്റെ കാര്യം എന്നാ? കഷ്ടത പോരാ, കഷ്ടത ഇങ്ങോട്ട് കയറ്റുകയില്ല, വന്നതിനെ അങ്ങ് പറഞ്ഞു വിടുക. അപ്പൊ ആ ശൈലിയൊക്കെ മാറ്റിയിട്ട് ഇവരെ ഇനി ക്ഷണിച്ചു വരുത്തണം. ബുക്ക് ചെയ്യണം. ഇനി ബുക്ക് ചെയ്യുന്നോ? ഇത്രയും നാളും വന്ന കഷ്ടതയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ട് ക്ഷമിക്കണം, ഇനിയും കഷ്ടത വന്നോണം, ഞങ്ങൾ ഗേറ്റ് തുറന്നിട്ടിരിക്കുക, വന്നോ എന്നാണ്. കഷ്ടാനുവാഴ്ചയുടെ തലേ ദിവസം നമ്മുടെ ഓശാന ഞായറാഴ്ച കഴിഞ്ഞ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. വലിയൊരു പോകുമോ പള്ളിയില്? ഓശാനയ്ക്ക് പോകും, എതിരേച്ച് പോകും. സന്ധ്യയ്ക്ക് പള്ളിയിൽ പോയാൽ അന്നേരത്തെ പ്രാർത്ഥനയിൽ പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. കഷ്ടതയെ സമാധാനത്തോടെ വാ. കഷ്ടാനുഭവം സമാധാനത്തോടെ വരാൻ പറഞ്ഞിട്ട് അത് ഉയർപ്പാക്കി മാറ്റി. വിശുദ്ധന്മാർ കഷ്ടാനുഭവങ്ങളെ സ്വാഗതം ചെയ്തിട്ട് ഉയർത്തെഴുന്നേറ്റവരാണ്. അപ്പൊ ഉയർപ്പിന്റെ ശക്തി വേണമെങ്കിൽ കഷ്ടാനുഭവങ്ങളെ സ്വാഗതം ചെയ്യണം. അപ്പൊ നമുക്ക് പേടിക്കണ്ട കഷ്ടതയൊന്നും. കഷ്ടത ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പുറകെ ഇവരുണ്ടാരെ സിദ്ധികളുണ്ട്. എന്തെല്ലാം സിദ്ധികളാണ്? നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം. അപ്പൊ അങ്ങനെ നമ്മുടെ വീട് പണിയുടെ നല്ലൊരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഷ്ടതയും സിദ്ധിയും മാറി വരാൻ തുടങ്ങും. ഒരു കഷ്ടത വന്നാൽ പുറകെ ഉടനെ അടുത്ത സിദ്ധി വരും. അതേതൊക്കെയാണ്? അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വലം കൈയിലും ഇടം കൈയിലും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്ത് നന്മയാ തിന്മയെ ജയിക്കാൻ സാധിക്കും. മാനം കിട്ടിയ ഉടനെ അപമാനം വരും, അപമാനം കിട്ടിയ ഉടനെ മാനം വരും. അപ്പൊ ആരെങ്കിലും നമ്മളെ ചീത്ത വിളിച്ചാൽ വിചാരിച്ചോണം നമ്മളെ ബഹുമാനിക്കുന്ന ആൾ പുറകെ വരുന്നുണ്ട്. അല്ല എല്ലാവരും ചീത്ത വിളിക്കുന്നൊന്നും വിചാരിക്കണ്ട, അല്ല എല്ലായിടത്തും ഇതാണെന്നും വിചാരിക്കണ്ട. അപമാനം കിട്ടിയാൽ പുറകെ മാനം കിട്ടും. പിന്നെ എന്താ? ദുഷ്കീർത്തി ഉണ്ടായപ്പോൾ സൽകീർത്തി പുറകെ വരും. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ വഞ്ചകരാണെന്നുള്ള ആരോപണം വരും.
അങ്ങനെ കള്ളക്കേസുണ്ടായി എത്രയോ പേര് ഗൾഫിലൊക്കെ ജയിലിൽ കിടപ്പുണ്ടെന്നറിയാം. വലിയ കാര്യത്തിൽ പോവും. ഓരോ കാര്യത്തിന് അസൂയക്കാർ കൊടുത്ത് കള്ളക്കേസിൽ പിടിച്ച് ജയിലിൽ കിടക്കുന്നവരുണ്ട്, കുറ്റം ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട്. എങ്ങനെയൊക്കെ ആയാലും അതിനെ നമുക്ക് ജയിലറയെയും അനുഗ്രഹത്തിന്റെ ഇടമാക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസിയ ജയിലിൽ കിടന്ന് തല്ലുകൊണ്ടപ്പോൾ പാട്ടുപാടിയത് കേട്ട് ജയിൽ പ്രമാണി ശ്രദ്ധിച്ചു. അവർ മാനസാന്തരപ്പെട്ടു. അവർ തന്നെ അടിച്ച കൈകൊണ്ട് അത് കഴുകിക്കെട്ടി. അവർ സന്തോഷിച്ചു, വിശ്വാസികളായി, സ്നാനമേറ്റു, വീടടങ്ങും ആനന്ദിച്ചു എന്നാ പറയുന്നു. എവിടെയാണെന്നറിയാം വാക്യം? അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട് അങ്ങനെ ഒരു ഭാഗം. അപ്പൊ അടി കൊണ്ട് കള്ളക്കേസിന് പിടിക്കപ്പെട്ട് ജയിലിലായെങ്കിലും പൗലോസിയായിക്ക് ഭയങ്കര സന്തോഷം. ആ കഷ്ടതയുടെ പിറകെ കിട്ടിയ സിദ്ധികളെല്ലാം കൂടെ സന്തോഷമായിട്ടങ്ങ് മാറി. പരിശുദ്ധാത്മാവ് സന്തോഷം അങ്ങ് കൊയ്തെടുത്തു കഴിഞ്ഞപ്പോൾ ജയിലിലുള്ളവര് അങ്ങനത്തെ സന്തോഷം കണ്ടിട്ടില്ല. ചീത്ത വിളിക്കുന്ന, കോപിക്കുന്ന ജയിൽ പുള്ളികളെ അവർ കണ്ടിട്ടുള്ളൂ. പൗലൂസിനെയും കൂട്ടുകാരനെയും കണ്ടപ്പോൾ അവർക്ക് സന്തോഷം അടിയുണ്ടപ്പോൾ ആ സന്തോഷത്തോടെ അടി കൊണ്ടിട്ട് അവര് ആ ജയിൽ അധികാരിയെ മാനസാന്തരപ്പെടുത്തുന്ന കാര്യം നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 25 വാക്യം വരുമ്പോൾ, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാരവരെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് തടവുകാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ചു. അവർ വാളൂരി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി. വിറച്ചും കൊണ്ട് പൗലോസും ശീലാസിനെയും എന്റെ മുമ്പിൽ വീണു. അവരെ പുറത്തു കണ്ടെന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ ഭവനത്തിൽ എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ സമയത്ത് തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി അവനും തനിക്കുള്ളവർക്കും താമസം കൂടാതെ അവർ സ്നാനമേൽക്കുകയും ചെയ്തു. അപ്പൊ ജയിലിൽ കാരാഗൃഹ പ്രമാണി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കാരാഗൃഹ പ്രമാണി തന്നെ അടിച്ച ആള് തന്നെ കഴുകിക്കെട്ടി. അവരെല്ലാം മാനസാന്തരപ്പെട്ട് ഭയങ്കര സന്തോഷത്തിലായെന്ന്. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, കിട്ടിയ അടിയൊക്കെയും പരിശുദ്ധാത്മ സന്തോഷമായിട്ട് മാറിയെന്നാണ്. പരിശുദ്ധാത്മാവിൽ വളരാമെങ്കിൽ എല്ലാ കഷ്ടതയിലും സന്തോഷിക്കാൻ സാധിക്കും, പരിജ്ഞാനം കിട്ടും, ഒത്തിരി പേരെ നേടാൻ സാധിക്കും, ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഈ നവംബർ മാസം 2-ാം തീയതി ശുദ്ധീകരണ പെരുന്നാൾ വരുന്നു. ശുദ്ധീകരണ പെരുന്നാളിൽ പിതാക്കന്മാർ ഇങ്ങനെ ഒരു വാരം ശുദ്ധീകരണത്തിനായിട്ട് വെച്ചിരിക്കുക. അപ്പൊ ശുദ്ധീകരണത്തിന്റെ കഷ്ടതകളെയും നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും നമുക്കുണ്ടാകുന്ന എല്ലാ വേദനകളെയും പ്രയോജനപ്പെടുത്തിയാൽ പരിജ്ഞാനവും പരിശുദ്ധാത്മ സന്തോഷവും കൂടെ കൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് ഇനി വരികയാണ്. ഒരു എസ്തേർ രാജ്ഞിയായിട്ട് സന്തോഷിക്കാനിടയായത് എന്തുകൊണ്ടാണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടി, അനാഥ പെൺകുട്ടി, മൊർദെഖായി എന്ന വളർത്ത പിതാവിന്റെ കൂടെ വളർന്ന് ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ രാജ്ഞിയായി തീർന്ന കഥയാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇന്ന് വായിച്ചതാണ്. എസ്തേർ രാജ്ഞിയായി ഉയർത്തപ്പെട്ടതിന്റെ പുറകിൽ ശുദ്ധീകരണത്തിന്റെ ഒരു കാലം ഉണ്ടായിരുന്നെന്നാണ്. എത്രാം വാക്യത്തിലാണെന്നറിയാവോ? ശുദ്ധീകരണത്തിലുള്ള വസ്തുക്കൾ കൊടുത്തു, ശുദ്ധീകരണത്തിനൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ശുദ്ധീകരണ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന സമയം, ശുദ്ധീകരണം പൂർത്തിയാകാൻ സമയം വേണം, അതിന് വസ്തുക്കളും വേണം. നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റിയ സാധനങ്ങൾ നമുക്ക് വേണം, ശുദ്ധീകരിക്കാൻ പറ്റിയ സമയം വേണം. ഇത് രണ്ടും കൂടെ ഒത്തുചേർന്നെങ്കിലേ ശുദ്ധീകരണം പൂർത്തിയാവുകയുള്ളൂ. എസ്തേറിന്റെ പുസ്തകം എത്രാം വാക്യത്തിലാണ്? 12-ാമത് 6 മാസക്കാലം മൂർതൈലം കൊണ്ടും
6 മാസം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും കന്യാമാർദ്ദങ്ങളുടെ ശുദ്ധീകരണം പൂർത്തിയാക്കണമായിരുന്നു. ഈ 12 മാസങ്ങൾക്ക് ശേഷം ഓരോ കന്യകയ്ക്കും അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ശുദ്ധീകരണത്തിലുള്ള വസ്തുക്കൾ അവർക്ക് സമ്മാനമായി കൊടുത്തുവെന്ന് എത്രാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? എത്രാമത്തെ വാക്യത്തിലാ? എത്രയാ? ആ യുവതിയെ അവൻ ഇഷ്ടമായി, അവളോട് അനുഭാവം തോന്നി. അവൻ പെട്ടെന്ന് അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ട വസ്തുക്കളും ഭക്ഷണത്തിലുള്ള ഓഹരികളും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ട 7 ദാസിമാരെയും അവർ കൊടുത്തു. ഇപ്പൊ ശുദ്ധീകരണത്തിന് വസ്തുക്കൾ വേണമായിരുന്നു, ദാസിമാര് വേണമായിരുന്നു, സമയവും വേണമായിരുന്നു, അതിനുള്ള മുറികളും വേണമായിരുന്നു. അപ്പൊ ഈ എസ്ഥേർ രാജ്ഞിക്ക് ദൈവകൃപയാൽ മൊർദെഖായിയുടെ ദൈവാശ്രയം കൊണ്ട് അവിടെ അനേക കന്യമാരെ കൊണ്ടുവന്നെങ്കിൽ അവരെക്കാളൊക്കെ രാജാവിന് പ്രസാദം തോന്നിയത് ഈ പാവപ്പെട്ട പെൺകുട്ടിയോടാ. അവൾ ദൈവത്തിൽ ആശ്രയിച്ചു, അനുസരണമുള്ളവളായിരുന്നു. വാരി വലിച്ചൊന്നും വർത്താനം പറഞ്ഞേക്കരുത്, ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ നീ നിന്റെ ജാതിയും മതമൊന്നും പറഞ്ഞേക്കരുതോ. അവൾ മിണ്ടിയില്ല. നമ്മളാണല്ലോ കീറിക്കെട്ടി അങ്ങ് പറച്ചിലങ്ങ് തുടങ്ങും. എന്താ വീട്ടുചരിത്രവും നാട്ടുചരിത്രവും വീട്ടുപേരും എല്ലാം പറഞ്ഞ് കുളമാക്കും. അതുകൊണ്ട് എസ്തേറിന്റെ വിജയരഹസ്യം എന്നാണെന്നറിയാവൂ. എസ്തേർ ഒരു യഹൂദ സ്ത്രീയാണെന്നുള്ള കാര്യം രാജാവിനോട് പറഞ്ഞില്ല, ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. അവളെ അങ്ങ് മാറ്റി വെച്ചിരുന്നു. അപ്പൊ യഹൂദന്മാരോട് അസൂയ തോന്നിയ ഒരാള് യഹൂദന്മാരെ മുഴുവൻ കൊല്ലാനായിട്ട് ഈ രാജാവിനെ കൊണ്ട് കൽപ്പന എഴുതിപ്പിച്ചപ്പോൾ ഈ വിവരം മൊർദെഖായി വിവരം മനസ്സിലാക്കി എസ്തേറിനോട് പറഞ്ഞു, നിനക്ക് നീ സുഖമായിട്ട് ജീവിക്കാമെന്നൊന്നും വിചാരിക്കണ്ട, നിന്നെയും കൊല്ലാൻ പോവുക. അപ്പോഴാണ് 3 ദിവസം ഉപവാസം എടുത്ത് ആ എസ്തേർ രാജ്ഞി രാജാവിന്റെ സന്നിധിയിൽ വിളിക്കാതെ തന്നെ കയറി ചെല്ലാനുള്ള ധൈര്യം കിട്ടി. വിളിക്കാതെ എന്നാ പോകാം. ചെങ്കോലെടുത്ത് കാണിച്ചില്ലേ പട്ടാളക്കാർ പിടിച്ച് തല്ലിക്കൊല്ലും, അടിച്ചു കൊല്ലും. ഏതായാലും ഉപവാസം എടുത്ത് പോയതുകൊണ്ട് ദൈവം കൃപ ചെയ്ത് രാജാവിനെ വിളിക്കാതെയാണ് കയറി ചെല്ലുന്നെങ്കിലും എസ്തേർ രാജ്ഞി വാ നിനക്ക് സങ്കടം എന്നാ എന്ന് പറഞ്ഞ് സങ്കടം തീർത്തു കൊടുത്ത കഥയാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ശുദ്ധീകരണം പ്രാപിച്ച് ശുദ്ധീകരണ വസ്തുക്കൾ ഉപയോഗിച്ച് ശുദ്ധീകരണത്തിന് കൊടുത്ത സഹായികളെയും പ്രയോജനപ്പെടുത്തി ശുദ്ധീകരണത്തിന് കൊടുത്ത മുറിയെയും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രാജ്ഞിയായി. ആ രാജ്ഞി പറയേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ, പറയരുതാത്ത ഒന്നും പറയാതെ കൃത്യസമയത്ത് മാത്രം ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്തി അത് യഹൂദന്മാരുടെ മുഴുവൻ രക്ഷയ്ക്കായി തീർന്നതാണ് എസ്തേർ രാജ്ഞിയുടെ കഥകളാണ്. ഇതുപോലെ നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ഒരു രാജ്ഞിയാകാനുള്ള വിളിയുണ്ട്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എസ്തേർ രാജ്ഞിയുടെ കഥ കേട്ടപ്പോൾ അസൂയ തോന്നുന്നുണ്ട്. അമ്പടി അവൾ മിടുക്കി പോയി കാര്യം സാധിച്ചല്ലോ, രാജ്ഞിയായല്ലോ, ആ കാര്യം സാധിച്ചല്ലോ, എനിക്ക് ഒത്തില്ലല്ലോ എന്ന് വിചാരിച്ചു വിഷമമുണ്ടോ? ആരും വിഷമിക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിടപ്പുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നറിയാവോ? അത് 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ എല്ലാവരുടെയും ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. എസ്തേർ രാജ്ഞിയെ പോലെ ഒരു കന്യകയാണ് നമ്മുടെ സോൾ, നമ്മുടെ ദേഹി. ആ ദേഹിയോട് സ്വർഗത്തിലെ അപ്പച്ചന് ഭയങ്കര സ്നേഹമാണ്. സ്വർഗത്തിലെ ഒരൊറ്റ മോനേ ഉള്ളൂ ആ ഇമ്മാനുവേൽ അച്ചാന്. അമ്മാനുവേൽ അച്ചാന് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്, നമ്മുടെ ദേഹിയോട്. ആ ദേഹിയെ വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. 2 കൊരിന്ത്യർ 11 അധ്യായം 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. എസ്തേർ രാജ്ഞിക്ക്, പാവപ്പെട്ട എസ്തേർ രാജ്ഞിക്ക് രാജ്ഞിയാകാൻ ഉദ്ദേശം ആരും അസൂയപ്പെടണ്ട, നമുക്കും ഉണ്ട് ചാൻസ്. എന്താ അത്? 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ എന്നാ പറയുന്നത്? 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ തീഷ്ണതയാൽ തീഷ്ണത ഉളവാക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക ഭർത്താവിന് നിങ്ങളെ നിർമ്മലകനിയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ കൗശലത്തോടെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഴിതെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മാമോദിസായിൽ എസ്തേർ രാജ്ഞിയെ കർത്താവിന് ഇഷ്ടപോലെ നമ്മളെ ഇഷ്ടപ്പെട്ടതാണ്. മാമോദിസ മുഖാൻ കൊണ്ടുവന്നപ്പോ സ്വർഗം തുറന്നു മാലാഖ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇവൾ എന്റെ പ്രിയപുത്രിയാ, ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞു. മാമോദിസത്തോട് തുറന്നപ്പോ സംഭവിച്ചതാ. യോർദാൻ നദിയിൽ സ്നാനമേൽക്കുവാൻ ഇറങ്ങി നിന്ന ആ യേശുവിനെ കണ്ടിട്ട് സ്വർഗത്തിലെ പിതാവ് ഇവൻ എന്റെ പ്രിയപുത്രനാണ്.
മാമോദിസ ഏൽക്കുവാൻ തയ്യാറാക്കപ്പെട്ട കുഞ്ഞിനെ മാമോദിസ തൊട്ടിയിലോട്ട് ഇറക്കി ഇരുത്തി വെള്ളം കോരി ഒഴിക്കുമ്പോൾ സ്വർഗം തുറന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ ഇവനെന്റെ പ്രിയപുത്രിയ, എന്റെ പ്രിയ അപ്പൊ നമ്മുടെ ദേഹിയുടെ മണ്ഡലം പ്രിയപുത്രിയ. എല്ലാവരുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം ദേഹിയുടെ മണ്ഡലം ഒരു കന്യകയാണ്. അപ്പൊ നമ്മുടെ സോൾ വീണ്ടും ജന്മത്തിന്റെ അനുഭവത്തിന് വേണ്ടി സ്നാനമേൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പ്രിയ പ്രസാദം കിട്ടുക. പിതാവായ ദൈവതമ്പുരാന്റെ ഭയങ്കര പ്രസാദം കൊണ്ട് മാമോദിസ ഏൽക്കുന്നവരുടെ പ്രാണനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് രാജ്ഞിയാക്കി യേശു രാജാവിന്റെ രാജ്ഞിയാക്കാൻ പോവുക. അതുകൊണ്ടാണ് എസ്തേറിന്റെ പുസ്തകത്തിന്റെ പ്രസക്തി ഇതാണ്. പഴയ നിയമകാലത്ത് അഹങ്കാരിയായിരുന്ന ആദ്യത്തെ രാജ്ഞി തള്ളപ്പെട്ട സ്ഥാനത്താണ് ഈ പാവപ്പെട്ട പെൺകുട്ടി എസ്തേർ രാജ്ഞിയായി ഉയർത്തപ്പെട്ടത്. എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിൽ അഹങ്കാരിയായ മാലാഖ പിശാചായി മാറിയ ആ വലിയ ശൂന്യത ആ സ്വർഗത്തിലുണ്ടായി. 30 മുക്കോടി മാലാഖമാർ പിഴച്ചുപോയി. അവിടെ കർത്താവിന് ശത്രുക്കളായി മാറിപ്പോയ ഒരു വലിയ വേക്കൻസി അവിടെ വന്നു. അവർ കർത്താവിന്റെ ദാസരായിരുന്നു. അവരാണ് പിഴച്ചുപോയത്. ആ പിഴച്ചുപോയ സ്ഥാനത്ത് അവരെക്കാൾ വലിയ സ്ഥാനത്തിലേക്കാണ് നമ്മളെ കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ഏകജാതന്റെ പ്രിയ രാജ്ഞിയായിട്ട് രൂപാന്തരപ്പെടുവാനാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. മാമോദിസ ഏൽക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവിന് ഭയങ്കര സന്തോഷമാണ്. എന്റെ പ്രിയതമന് രാജ്ഞിയായി തീരാനുള്ള ആണെന്ന് പറഞ്ഞ സഭയിൽ മാമോദിസ ഏറ്റവരെല്ലാവരും തന്നെ അങ്ങനെ ആ യേശുവിന്റെ മണവാട്ടി സ്ഥാനത്തേക്ക് വിളിക്കപ്പെടുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യമുണ്ട്. വിശുദ്ധ സഭയിൽ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ മണവാട്ടിയുടെ സ്ഥാനം, ആ മണവാട്ടിയുടെ പദവി, അത് സംരക്ഷിക്കാനാണ് ഈ കൂദാശകളെല്ലാം. നോയമ്പുകളെ കൂദാശകളെല്ലാം ആരാധനയെല്ലാം അതിനുവേണ്ടിയാണ്. വരാൻ പോകുന്ന ആ ശുദ്ധീകരണ പെരുന്നാള് 2-ാം തീയതി വരുന്നു. പരുമലപ്പള്ളിയിലെ പെരുന്നാൾ വന്നാണ്. അങ്ങനെ ആ പെരുന്നാൾ പരുമല തിരുമേനിയെ പരിശുദ്ധനാക്കിയത് ഈ സഭയിലെ ശുദ്ധീകരണ പെരുന്നാളുകളാണ്. അപ്പൊ നമുക്ക് ശുദ്ധീകരണ പെരുന്നാളിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കാൻ കർത്താവ് തരുന്ന കഷ്ടതകളെ സ്വാഗതം ചെയ്യാമെങ്കിൽ കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശയുളവാക്കി പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ച് നമുക്ക് ദൈവത്തിന്റെ ഭവനമായി കർത്താവ് തന്നെ വസിക്കുന്ന സ്ഥലമായി മാറി ചലിക്കുന്ന സ്വർഗമാകാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് ഈ എസ്തേറിന്റെ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് ഉച്ച നമസ്കാരം നടത്തി ആ അനുഗ്രഹം ഏറ്റുവാങ്ങി ശുദ്ധീകരണ പെരുന്നാളായിട്ട് ഒരുങ്ങാം.